ആഘോഷമൊക്കെ നന്നായിരുന്നോ? അപ്പോൾ ഇന്നേ നമ്മുടെ വിഷുവിൻ്റെ ആഘോഷമൊക്കെ എങ്ങനെയൊക്കെ ഉണ്ട്, നമ്മൾ എന്തൊക്കെയാ പരിപാടികൾ എന്നൊക്കെ ഇന്ന് കണ്ടാലോ. ഇന്ന് കുറച്ച് തിരക്കാണ്, ഇന്ന് വർക്കിംഗ് ഡേ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കും കാര്യങ്ങളും ഒക്കെയാണ്. എന്നാൽ പോലും നമ്മൾ ചെറിയ രീതിക്കൊക്കെ വിഷുവൊക്കെ ഒരുങ്ങുന്നുണ്ട്. പിന്നെ നമുക്ക് രാത്രിയിലൊരു ഒരു ഫാമിലി വരുന്നുണ്ട്. അവർ രാത്രിയിലാണ് കേട്ടോ വരുന്നത്, വർക്കിംഗ് ഡേ ആണല്ലോ, അതുകൊണ്ട് തന്നെ രാത്രിയിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് തയ്യാറെടുപ്പും കാര്യങ്ങളും ഒക്കെ ഉൾപ്പെടുത്തിയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കണ്ടാലോ എന്തൊക്കെയാണെന്ന്. വിഷു ആയിട്ട് രാവിലെ എന്തായി അലങ്കോലമായിട്ട് എടുക്കുന്ന അടുക്കള കാണിക്കുന്നതെന്നായിരിക്കും അല്ലേ. ഞാൻ പറഞ്ഞല്ലോ വർക്കിംഗ് ഡേ ആണെന്ന്, അതുകൊണ്ട് തന്നെ ഉണ്ടല്ലോ രാവിലെ 6:30 ആയിട്ടുണ്ട്. ഏട്ടന് ചോറൊക്കെ കൊടുത്ത് വിട്ടേ. ചോറെടുത്തതും കാര്യങ്ങളും ഒന്നും കാണിക്കാനായിട്ട് പറ്റില്ല. അത് കഴിഞ്ഞിട്ടുള്ള അലങ്കോലമായിട്ടുള്ള അടുക്കളയാണ് ഈ കാണുന്നത്. ഇനിയിപ്പോൾ പവിക്കുട്ടിക്ക് സ്കൂളിൽ കൊണ്ടുപോകാനുള്ള കാര്യങ്ങളാണ്. അപ്പോഴത്തേക്ക് അമ്പാടി രാവിലെ എഴുന്നേറ്റ് കളിപ്പാട്ട പാത്രമൊക്കെ തപ്പി തുടങ്ങി. അപ്പോൾ അവൾക്ക് ഇഡ്ഡലിയാണ്. എല്ലാ ദിവസവും നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന സാധനങ്ങളാണ് കേട്ടോ. മറ്റുള്ള ഐറ്റങ്ങളൊന്നും നമ്മളങ്ങനെ കുട്ടികൾക്ക് കൊടുക്കാറില്ല. അപ്പോൾ പവിക്കുട്ടി കാപ്പിയൊക്കെ കഴിച്ച് ഇനി അവളെ കൊണ്ടാക്കണം. അപ്പോൾ ഒരു റെഡിയായി ഇങ്ങനെ പോകണം. അപ്പോൾ അത് തന്നെ നമുക്കൊരു വലിയ പണിയാണ്. അമ്പാടിയും കൂടെ അങ്ങ് കൂടെ വരും. അമ്പാടി ഇവിടെ തനിച്ച് കിടന്നുറങ്ങത്തൊന്നുമില്ല. രാവിലെ തന്നെ അവനെ എഴുന്നേക്കും, ഈ സമയമാകുമ്പോഴത്തേ എഴുന്നേക്കും. അതുകൊണ്ട് അവനെയും കൂടെ കൂട്ടിയിട്ടാണ് കേട്ടോ പോകുന്നത്. നാട്ടിലെ വിഷുവിനെ പറ്റി ഓർക്കുമ്പോഴേ ഉള്ള കൊന്നമരത്തിൻ്റെയൊക്കെ മൂട്ടി പോയി ഉള്ള പൂവൊക്കെ പറക്കാനും എന്താ പണി, വേറെ പണി വല്ലതും ഉണ്ടോ? വീട്ടിൽ കൈ എഴുതിയിരുന്നാൽ അമ്മ ചോറ് റെഡിയാക്കി തരും. പിന്നെ ഓണമായാലും ഉത്സവമായാലും എന്ത് പരിപാടിയായാലും അമ്പലങ്ങളിൽ ഇങ്ങനെ കറങ്ങുക എന്നുള്ളത് എൻ്റെ ഒരു പരിപാടിയാണ്. അത് കഴിഞ്ഞിട്ട് വരുമ്പോഴത്തേക്കായിരിക്കും അമ്മയെല്ലാം റെഡിയാക്കി വെക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് മോര് രാവിലെ അങ്ങ് വെച്ച് വെക്കുകയാണ്. കാരണം മോര് നേരത്തെ വെക്കുമ്പോഴാണ് കുറച്ച് പുളിയൊക്കെ ആയിട്ട് ഇറങ്ങിയിരിക്കുന്നത്. നമ്മൾ കറക്റ്റ് ടൈമിൽ വെച്ചാൽ അതങ്ങോട്ട് നമുക്ക് ടേസ്റ്റ് വരില്ല. കുറച്ച് പച്ചമാങ്ങ ഉണ്ടായിരുന്നു, അപ്പോൾ അതുകൂടെ അരച്ച് ചേർത്തു. പിന്നെ നമ്മൾ അവിയൽ, മാങ്ങയും നാരങ്ങയൊക്കെ കഴിഞ്ഞ ദിവസം തന്നെ ചെയ്തു വെച്ചായിരുന്നു. ഇഞ്ചി ചെയ്യാനായിട്ട് പറ്റിയില്ല, അപ്പോൾ അതിനുള്ളതാണ് ചെയ്യുന്നത്. ഇഞ്ചി ഉള്ളിയൊക്കെ വഴറ്റി വെച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുക്കറിലോട്ട് ചോറ് വെച്ചായിരുന്നേ. ചോറ് വെച്ചിട്ട് പിന്നെ ഒന്നുകൂടെ വേറെ വെള്ളം എടുത്ത് ഒഴിച്ച് തിളപ്പിച്ചെടുത്തില്ലെങ്കിൽ കുക്കറിനകത്ത് ചോറ് വയ്ക്കുമ്പോൾ നമുക്ക് നല്ല പശ അനുഭവപ്പെടും. ഇത്രയൊക്കെ ആയപ്പോഴത്തേക്ക് സമയം 2 മണിയായി. അപ്പോഴത്തേക്ക് പവിയക്കുട്ടിയെ വിളിക്കാൻ പോകേണ്ട സമയമായി കേട്ടോ. അങ്ങനെ പിന്നെ പോയിട്ട് വന്നിട്ടാണ് ഇഞ്ചിയൊക്കെ അരച്ച് റെഡിയാക്കിയതും. പിന്നെ ഒരു തോരന് വേണ്ടി അരിയാണ്. അമ്പാടി അവിടെ കുരുത്തക്കേടൊക്കെ ആയിട്ട് ഇരിപ്പുണ്ട്. ഭവ്യ ഫുഡൊക്കെ ഉള്ള സാധനങ്ങളൊക്കെ വെച്ച് ഫുഡൊക്കെ കഴിച്ചു. ഉള്ള സാധനങ്ങളെന്ന് പറഞ്ഞാൽ കുറച്ച് ഐറ്റങ്ങളൊക്കെ ആയല്ലോ. അപ്പോൾ ഏട്ടനാണെങ്കിൽ ചോറ് കൊണ്ടുപോയി. ഭവ്യമോള് 2 മണി 2:30 ആവുമല്ലോ വരാനും ഒക്കെ. അതുകൊണ്ടാണ് നമ്മൾ ആരും ഒന്നിച്ചിരുന്ന് കഴിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് കേട്ടോ ഉച്ചയ്ക്ക് ഊണ് റെഡിയാക്കാഞ്ഞത്. സദ്യവട്ടം ഉച്ചയ്ക്ക് കൂട്ടാതെ വൈകിട്ട് നമ്മുടെ സുഹൃത്തുക്കൾ വരുമെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ അവരുടെയും കൂടെ ഒന്നിച്ചാക്കാമെന്ന് കരുതി. അതുകൊണ്ടാണ്. പിന്നെ ഒരു സാമ്പാർ, പിന്നെ പിളർപ്പ് പരിപ്പല്ല ഞാൻ വാങ്ങിയത്, സാധാ പയർ വാങ്ങിയിട്ട് റെഡിയാക്കി എടുക്കുകയാണേ. അതിനിടയിൽ കുറച്ച് പാത്രങ്ങൾ തേച്ച് മഴക്കാനും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇത് ഇടയ്ക്കിടയ്ക്ക് തന്നെ അങ്ങ് കഴുകി പോകുന്നതുകൊണ്ടുണ്ടല്ലോ പിന്നീട് അങ്ങോട്ട് വലുതായിട്ട് ജോലി കൂടി കിടക്കത്തില്ല. അല്ലെങ്കിൽ പിന്നെ നമുക്ക് വലിയ പണിയാണ് ഇതെല്ലാം കൂടെ അങ്ങോട്ട് അലങ്കോലമായി കിടന്നു കഴിഞ്ഞാൽ. അങ്ങനെ നമ്മുടെ പായസമൊക്കെ റെഡിയായി. എല്ലാം കൂടെ പിന്നെ എല്ലാം കൂടെ ഒന്നും വീഡിയോ എടുക്കാനായിട്ടൊന്നും പറ്റിയില്ല കേട്ടോ. കുറച്ച് തിരക്കൊക്കെ അങ്ങ് കൂടിപ്പോയി. അപ്പോഴത്തേക്ക് ഏട്ടനൊക്കെ വന്ന് പിന്നെ ചായ ഇടിയിലും പരിപാടിയൊക്കെ ആയിരുന്നു. അപ്പോൾ ഇതാ നമ്മുടെ ഇലയൊക്കെ നിരത്തി. അപ്പോൾ നമ്മൾ അടുക്കളയിൽ കിടന്നൊരു ടേബിളോട് എടുത്ത് നമ്മൾ ഹാളിലോട്ട് കൊണ്ടിട്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ഒരു ഫാമിലി വരുമെന്ന്, അങ്ങനെ അവരെത്തിയേ. അപ്പോൾ അതിനകത്ത് 3 കുഞ്ഞുമക്കളുണ്ട്. അപ്പോൾ അവർ അമ്പാടിക്ക് പറ്റിയ പ്രായക്കാരാണ്. അതുകൊണ്ട് തന്നെ അമ്പാടി ഒത്തിരി ഹാപ്പിയായി. അവരടിച്ച് പൊളിച്ച് ഇവിടെ ഭയങ്കര സന്തോഷമായി എല്ലാവർക്കും. അങ്ങനെ നമ്മുടെ വിഷു വളരെയധികം സന്തോഷമായിട്ട് അങ്ങനെ അങ്ങ് അവസാനിച്ചു.